ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം അഷ്ടമസ്കന്ധം ത്രയോദശോ അധ്യായഃ. 13-ാമത്തെ അധ്യായത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 7-ാമത്തെ വൈവസ്വത മന്വന്തരത്തെക്കുറിച്ചും ഇനി വരാനിരിക്കുന്ന ഭവിഷ്യത് മന്വന്തരങ്ങളെക്കുറിച്ചുള്ള വർണ്ണനയാണ്. ശ്രീ ശുക ഉവാച. 1-ാമത്തെ ശ്ലോകം. മനുഃ വിവസ്വത പുത്ര ശ്രാദ്ധദേവ ഇതി ശ്രുതഃ സപ്തമോ വർത്തമാനോ യഃ തദ അപത്യാനി മേ ശൃണു. വിവസ്വതഃ പുത്രഃ, വിവസ്വാന്റെ പുത്രനായി, ശ്രാദ്ധദേവഃ ഇതി ശ്രുതഃ, ശ്രാദ്ധദേവൻ എന്ന പേരിൽ വിഖ്യാതനായ, സപ്തമഃ യഃ മനുഃ, 7-ാമത്തെ യാതൊരു മനു, വർത്തമാനഃ വർത്തിച്ചു വരുന്നുവോ, തത് അപത്യാനി ആ മനുവിന്റെ പുത്രന്മാരെ, മേ ശൃണു എന്നിൽ നിന്ന് കേട്ട് ധരിച്ചാലും. 2-ാമത്തെ ശ്ലോകം. ഇക്ഷ്വാകുഃ നഭഃ ച ഏവ ഭൃഷ്ടശര്യാദിഃ ഏവ ച നരിഷ്യ അന്തഃ അധ നാഭാഗ സപ്തമോദിഷ്ട ഉച്യത്തെ. 3. കരൂഷശ്ച വൃഷഘ്നശ്ച ദശമോ വസുമാൻ സ്മൃതഃ മനോഃ വൈവസ്വതസ്യ ഏതേ ദശപുത്രാഃ പരന്തപ. ഈ 10 മക്കളുടെ പേരാണ് പറയുന്നത്. ഇക്ഷ്വാകു, നഭകൻ, ധൃഷ്ടൻ, ശര്യാദി, നരിഷ്യന്തഃ, അധ എന്നുവെച്ച പിന്നെ, നാഭാകൻ, സപ്തമഃ ദിഷ്ടഃ 7-ാമത്തവൻ ദിഷ്ടഃ, കരൂഷഃ വൃഷഘ്നനഃ, ദശമഃ വസുമാൻ 10-ാമത്തവൻ വസുമാൻ. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. സ്മൃതഃ, ഹേ പരന്തപ, ഏതേ വൈവസ്വതസ്യ മനോഃ, ശ്രാദ്ധദേവൻ എന്ന വൈവസ്വത മനുവിന്റെ ദശപുത്രാഃ 10 പുത്രന്മാരാണ്. 4. ആദിത്യ വസവോ രുദ്ര വിശ്വേ ദേവാ മരുദ്ഗണാഃ അശ്വിനാ ഋഭവോ രാജൻ ഇന്ദ്രഃ തേഷാം പുരന്തരഃ. രാജാവേ, 12 ആദിത്യന്മാർ, അഷ്ടവസുക്കൾ, ഏകാദശ രുദ്രന്മാർ, വിശ്വേദേവന്മാർ, മരുത്തുക്കൾ, അശ്വിനി ദേവന്മാർ, ഋഭുക്കൾ ഇവർ പ്രധാന ദേവന്മാരും പുരന്തരൻ ഇവരുടെ ഇന്ദ്രനും ആകുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടമാണ് ഈ മന്വന്തരം, വൈവസ്വത മന്വന്തരം. ഇപ്പോൾ ഇന്ദ്രനായിരിക്കുന്ന ആളുടെ പേരാണ് പുരന്തരൻ. ഇനി ഈ മന്വന്തരത്തിലെ സപ്തർഷികൾ ആരൊക്കെയാണെന്ന് പറയുന്നു. 5-ാമത്തെ ശ്ലോകം. കശ്യപഃ അത്രിഃ വസിഷ്ഠഃ ച വിശ്വാമിത്രഃ അധ ഗൗതമഃ ജമദഗ്നിഃ ഭരദ്വാജ ഇതി സപ്തർഷയഃ സ്മൃതാഃ. കശ്യപൻ, അത്രി, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ഗൗതമൻ, ജമദഗ്നി, ഭരദ്വാജൻ ഇവരാണ് ഈ 7-ാമത്തെ മന്വന്തരത്തിലെ സപ്തർഷികൾ. അത്രാപി ഭഗവത് ജന്മ കശ്യപാത് അതിതേഹേ അഭൂത് ആദിത്യാനാം അവരജോ വിഷ്ണുഃ വാമന രൂപധൃക്. അത്രാപി ഈ മന്വന്തരത്തിലും ഭഗവത് ജന്മ ഭഗവാന്റെ ഒരു അവതാരമുണ്ടായി. അത് വിഷ്ണുഃ ആദിത്യാനാം അവരജഃ 12 ആദിത്യന്മാരുടെയും ഒടുവിലത്തെ അനുജനായിട്ട് വാമന രൂപധൃക് വാമനന്റെ രൂപം ധരിച്ചുകൊണ്ട് കശ്യപാത് കശ്യപ പ്രജാപതിയിൽ നിന്ന് അതിതേഹേ അതിഥിയുടെ പുത്രനായിട്ട് അഭൂത് ആവിർഭവിച്ചു. 7-ാമത്തെ ശ്ലോകം. സംക്ഷേപതോ മയാ ഉക്താനി സപ്തമന്വന്തരാണി തേ ഭവിഷ്യാണ്യഥ വക്ഷ്യാമി വിഷ്ണോഃ ശക്ത്യാന്വിതാനി ച. സപ്തമന്വന്തരാണി 7 മന്വന്തരങ്ങളുടെ ആ ചരിതം സംക്ഷേപതഃ മയാ തേ ഉക്താനി ചുരുക്കി ഞാൻ അങ്ങേക്ക് ചൊല്ലിത്തന്നു. അഥ ഇനി വിഷ്ണോഃ ശക്ത്യാന്വിതാനി
അവതാര ലീലകളോടുകൂടിയ ഭവിഷ്യാണിച്ച വക്ഷ്യാമി, വരാൻ പോകുന്ന മന്വന്തരങ്ങളെക്കുറിച്ചും ഞാൻ പറയാം. എട്ടാമത്തെ ശ്ലോകം. വിവസ്വതഃ ച ദ്വേ ജായേ വിശ്വകർമ്മസുതേ ഉഭേ സപ്ഞാ ഛായാച്ച രാജേന്ദ്ര യേ പ്രാഗ് അഭിഹിതേ തവ. വിവസ്വതഃ, വിവസ്വാൻ എന്ന ആദിത്യന് ദ്വേ ജായേ, രണ്ട് ഭാര്യമാരാണ് ഉള്ളത്. സപ്ഞ ഛായാച്ച, സപ്ഞ എന്നും ഛായ എന്നും പേരായ ഉഭേ, അവർ ഇരുവരും വിശ്വകർമ്മ സുതേച്ച, വിശ്വകർമാവിന്റെ പുത്രിമാരുമാണ്. യേ പ്രാക്, ഇവർ ഇതിനു മുൻപ് തവ അഭിഹിതേ, ഞാൻ പറഞ്ഞ് അറിഞ്ഞതാണല്ലോ. ഒൻപതാമത്തെ ശ്ലോകം. തൃതീയാം ബടവാം ഏകേ താസാം സപ്ഞാസുതാഃ ത്രയഃ യമോ യമീ ശ്രാദ്ധദേവഃ ഛായായാശ്ച സുതാൻ ശൃണു. ഏകേ, ചില ആളുകൾ ബടവാം, ബടവ എന്നവളെ ഈ സൂര്യന്റെ തൃതീയാം, മൂന്നാമത്തെ പത്നിയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും താസാം, ഈ ഭാര്യമാരിൽ വെച്ച് സപ്ഞാസുതാഹ, സപ്ഞയുടെ മക്കൾ ത്രയഹ, 3 പേരാണ്. യമഹ, യമൻ, യമി, യമുനാ നദി, യമുനാ നദി ഒരു ദേവതയും കൂടിയാണ്, അതുകൊണ്ടാണ് യമി, യമുന, ശ്രാദ്ധദേവഹ, ശ്രാദ്ധദേവൻ എന്നിങ്ങനെയാണ് 3 മക്കൾ. ഇനി ഛായായാഹ ച സുതാൻ, ഛായയുടെ മക്കളെ ശൃണു, കേട്ടുകൊള്ളുക. 10ാമത്തെ ശ്ലോകം. സാവർണിഹി തപതി കന്യാ ഭാര്യ സംവരണസ്യ യാ ശനൈശ്ചരഃ തൃതീയ അഭൂത് അശ്വിനൗ ബടവാത്മജൗ. സാവർണി, സാവർണി എന്ന മകനും, യാ അതുപോലെ സംവരണസ്യ ഭാര്യ, സംവരണന്റെ ഭാര്യയായി തീർന്ന തപതി, തപതിയും, തപതി എന്ന കന്യ, തൃതീയ പിന്നെ മൂന്നാമതായി ശനൈശ്ചരഃ, ശനീശ്വരൻ, ഇവർ 3 പേരാണ് ഛായയുടെ മക്കളായി ഉണ്ടായത്. സാവർണി, തപതി, ശനീശ്വരൻ. ഇനി ബടവയെ മൂന്നാമത്തെ ഭാര്യയായി കരുതുന്നവർ പറയുന്നത് അശ്വിനൗ ബടവാത്മജൗ, അശ്വിനി ദേവന്മാർ ബടവയുടെ മക്കളാണ് എന്നാണ്. 11ാമത്തെ ശ്ലോകം. അഷ്ടമേ അന്തരേ ആയാതേ സാവർണിഹി ഭവിതാ മനുഃ നിർമോകഃ വിരജസ്കാദ്യാഃ സാവർണിതനയാഃ നൃപ. ഹേ നൃപ, അഷ്ടമേ അന്തരേ, 8ാമത്തെ മന്വന്തരം വന്നു കഴിഞ്ഞാൽ ഈ സാവർണിയാകും മനുവായിട്ട് ഭവിക്കുന്നത്. നിർമോകഃ വിരജസ്കാദ്യാഃ, നിർമോകൻ, വിരജസ്കൻ മുതലായവർ സാവർണിതനയാഃ, സാവർണിയുടെ മക്കളായി ജനിക്കുന്നതാണ്. 12ാമത്തെ ശ്ലോകം. തത്ര ദേവാഃ സുതപസോ വിരജാഃ അമൃതപ്രഭാഃ തേഷാം വിരോചനസുതോ ബലിഃ ഇന്ദ്രഃ ഭവിഷ്യതി. ഈ 8ാമത്തെ മന്വന്തരത്തിൽ തത്ര സുതപസഃ, സുതപസ്സുക്കൾ, വിരജാഃ അമൃതപ്രഭാഃ, ഇവർ ദേവാഃ, പ്രധാന ദേവന്മാരായിരിക്കും. 8ാമത്തെ മന്വന്തരത്തിൽ ഇന്ദ്രനായി തീരാൻ പോകുന്നത് വിരോചനസുതഃ ബലിഃ, മഹാബലിയാണ് 8ാമത്തെ മന്വന്തരത്തിലെ തേഷാം ഇന്ദ്രഃ ഭവിഷ്യതി, ഇന്ദ്രനായി തീരാൻ പോകുന്നത്. 13ാമത്തെ ശ്ലോകം. ദത്വാ ഇമാം യാചമാനായ വിഷ്ണവേ യഃ പദത്രയം രാധം ഇന്ദ്രപദം ഹിത്വാ തതഃ സിദ്ധിം അവാപ്സ്യതി. യഹ, യാതൊരു മഹാബലി, പദത്രയം യാചമാനായ, 3 അടി മണ്ണ് യാചിക്കുന്ന വിഷ്ണവേ, വാമനമൂർത്തിക്ക്, ഇമാം ദത്വ, ഈ ഭൂമിയെ മുഴുവൻ ദാനം ചെയ്ത് അങ്ങനെ പ്രസാദിച്ചിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചതാണ് ഈ ഇന്ദ്രപദം, രാധം ഇന്ദ്രപദം, തൽഫലമായി ലഭിച്ച ഇന്ദ്രപദവിയെ. എന്നാൽ അതും ഹിത്വ, അനുഭവിച്ചു കഴിഞ്ഞ് അതും ഉപേക്ഷിച്ചിട്ട് തതഃ സിദ്ധിം അവാപ്സ്യതി, പിന്നെ ഭഗവാനിൽ പൂർണ്ണമായി മുക്തി അടയുക എന്ന പരമസിദ്ധിയെ പ്രാപിക്കുന്നതാണ്. 8ാമത്തെ മന്വന്തരത്തിൽ ഇന്ദ്രനാകുന്നതുവരെ മഹാബലി എവിടെയാണ് ജീവിക്കുന്നത്, ഇപ്പോൾ എവിടെയുണ്ട് എന്ന് പറയുന്നു. 14ാമത്തെ ശ്ലോകം. യോ അസൗ ഭഗവതാ ബദ്ധഃ പ്രീതേന സുതലേ പുനഃ നിവേശിതഃ അധികേ സ്വർഗാത് അധുനാഹ തേ സ്വരാട് ഇവ.
യഹ അസൗ യാതൊരു ബലി ഭഗവതാ ബദ്ധ ഭഗവാനാൽ ആദ്യം ബദ്ധനായെങ്കിലും പുനഃ പ്രീതേന പിന്നീട് സന്തുഷ്ടനായി ഭവിച്ച ആ ഭഗവാനാൽ സ്വർഗാത്ത് അധികെ സ്വർഗത്തെക്കാളും മികച്ച സുതലേ സുതരലോകത്തിൽ നിവേശിത വാഴിക്കപ്പെട്ട് അധുന ഇപ്പോൾ സ്വരാട് ഇവ അവിടുത്തെ ഇന്ദ്രനെ പോലെ ആസ്തേ സ്ഥിതി ചെയ്യുന്നു. ഇനി വരാനിരിക്കുന്ന 8ാമത്തെ മന്വന്തരത്തിൽ സപ്തർഷിമാർ ഇവരായിരിക്കും. 15ാമത്തെ ശ്ലോകം. ഗാലവോ ദീപ്തിമാൻ രാമോ ദ്രോണപുത്രഃ കൃപഃ തഥാ കൃപസ്തഥാ ഋഷ്യശൃംഗ പിതാസ്മാകം ഭഗവാൻ ബാദരായണഃ. ഗാലവഃ ദീപ്തിമാൻ രാമഃ പരശുരാമൻ ദ്രോണപുത്രഃ അശ്വത്ഥാമാവ് വരാനിരിക്കുന്ന സപ്തർഷികളിൽ ഒരാളായിരിക്കും എന്ന് പറയുന്നു. കൃപഃ മഹാഭാരതത്തിലെ കൃപാചാര്യൻ, അതുപോലെ ഋഷ്യശൃംഗഃ ഋഷ്യശൃംഗൻ. ഇനി ഈ കഥ പറയുന്ന ശുഗബ്രഹ്മർഷി പറയുന്നു തഥാ അസ്മാകം പിത അതുപോലെ എൻ്റെ അച്ഛനായ ഭഗവാൻ ബാദരായണഃ സർവജ്ഞാനനിധിയുമായ വേദവ്യാസ മഹർഷി ഇമേ ഇവരൊക്കെ ആയിരിക്കും അടുത്ത വരാനിരിക്കുന്ന തത്ര മന്വന്തരത്തിലെ സപ്തർഷയഃ സപ്തർഷിമാരായി ഭവിഷ്യന്തി തീരാൻ പോകുന്നത്. ഇമേ സപ്തർഷയഃ തത്ര ഭവിഷ്യന്തി സ്വയോഗതഃ ഇദാനീം ആസതേ രാജൻ സ്വേ സ്വേ ആശ്രമമണ്ഡലേ. ഇപ്പോൾ ഇവരൊക്കെ അവരവരുടെ പരിധിക്കുള്ള സ്വേ സ്വേ ആശ്രമമണ്ഡലേ ആശ്രമങ്ങളുടെ പരിധിക്കുള്ളിൽ സ്വയോഗതഃ അവരുടെ യോഗബലത്താൽ ആസതേ സ്ഥിതി ചെയ്യുന്നു. 17ാമത്തെ ശ്ലോകം. ദേവഗുഹ്യാത് സരസ്വത്യാം സാർവഭൗമ ഇതി പ്രഭുഃ സ്ഥാനം പുരന്തരാത് ധൃത്വാ ബലയേ ദാസ്യതി ഈശ്വരഃ. പ്രഭുവും ഈശ്വരനുമായ ആ ഭഗവാൻ ദേവഗുഹ്യാത് സരസ്വത്യാം ദേവഗുഹ്യനിൽ നിന്ന് സരസ്വതിയിൽ സാർവഭൗമഃ സാർവഭൗമൻ എന്ന നാമത്തോടെ അവതാരമെടുത്ത് 8ാമത്തെ മന്വന്തരത്തിൽ സ്ഥാനം സ്വർഗ ആധിപത്യ സ്ഥാനം പുരന്തരാത് ഹൃത്വ പുരന്തരൻ എന്ന ഇപ്പോഴത്തെ ഇന്ദ്രനിൽ നിന്ന് തട്ടിയെടുത്തിട്ട് ബലയെ ദാസ്യതി മഹാബലിക്ക് ഭഗവാൻ തന്നെ കൊടുക്കും എന്നാണ് പറയുന്നത്. 18ാമത്തെ ശ്ലോകം. നവമോ ദക്ഷസാവർണിഃ മനുഃ വരുണസംഭവഃ ഭൂതകേതുഃ ദീപ്തികേതുഃ ഇത്യാദ്യാഃ തത് സുതാ നൃപ. നവമഹ മനുഃ 9ാമത്തെ മനുവായിട്ട് തീരാൻ പോകുന്നത് ദക്ഷസാവർണിയാണ്. ആ ദക്ഷസാവർണി വരുണസംഭവഃ വരുണദേവന്റെ മകനാണ്. ഹേ നൃപ തത്സുതാഹ ആ ദക്ഷസാവർണിയുടെ മക്കൾ ഭൂതകേതുഃ ദീപ്തികേതുഃ ഇത്യാദ്യാഃ ഇവരായിരിക്കും. 19ാമത്തെ ശ്ലോകം. പാരാ മരീചിഃ ഗർഭാദ്യാ ദേവാഃ ഇന്ദ്രഃ അദ്ഭുതഃ സ്മൃതഃ ദ്യുതിമത് പ്രമുഖാഃ തത്ര ഭവിഷ്യന്തി ഋഷയഃ തതഃ. ഇനി 9ാമത്തെ മന്വന്തരത്തിൽ പാരാഹ പാരന്മാരും മരീചി ഗർഭാദ്യാഹ മരീചി ഗർഭൻ മുതലായുള്ളവരും ദേവാഹ ദേവന്മാരായിരിക്കും. അദ്ഭുതഃ അദ്ഭുതൻ എന്നു പേരായ ഇന്ദ്രഃ സ്മൃതഃ ഇന്ദ്രനും ഉണ്ടാകും. ദ്യുതിമത് പ്രമുഖാഹ ദ്യുതിമാൻ മുതലായവർ തതഃ ഋഷയഃ ഭവിഷ്യന്തി അപ്പോൾ സപ്തർഷിമാരായിട്ട് ഭവിക്കുന്നതാണ്. 20ാമത്തെ ശ്ലോകം. ആയുഷ്മതഃ അംബുധാരായാം ഋഷഭോ ഭഗവത്കല ഭവിതായേന സംരാധാം ത്രിലോകീം ഭോക്ഷ്യത്തെ അദ്ഭുതഃ. ആയുഷ്മതഃ അംബുധാരായാം ആയുഷ്മാനിൽ നിന്ന് അംബുധാരയിൽ ഭഗവത്കല ഋഷഭഃ ഭവിത ഭഗവാന്റെ അംശമായുള്ള ഋഷഭദേവൻ അവതരിക്കും. ഭവിതായേന സംരാധാം യാതൊരു ഋഷഭനാൽ നേടിക്കൊടുക്കപ്പെട്ട ത്രിലോകീം ലോകത്രയത്തെ ഭോക്ഷ്യത്തെ അദ്ഭുതഃ ഇപ്പോൾ പറഞ്ഞ അദ്ഭുതൻ എന്നു പേരായ ഇന്ദ്രൻ ഭോക്ഷ്യത്തെ അനുഭവിക്കുന്നതാണ്. ഇതെല്ലാം 9ാമത്തെ മന്വന്തരത്തിലെ കാര്യമാണ് പറഞ്ഞത്. 21ാമത്തെയും 22 ശ്ലോകങ്ങൾ. ദശമോ ബ്രഹ്മസാവർണിഃ ഉപശ്ലോകസുതോ മഹാൻ തത്സുതാ ഭൂരിഷേണാദ്യാ ഹവിഷ്മത് പ്രമുഖാ ദ്വിജാഃ
ഹവിഷ്മാൻ സുകൃതി സത്യോ ജയോ മൂർത്തിസ്തദാ ദ്വിജാഃ സുവാസന വിരുദ്ധാദ്യാ ദേവാഃ ശംഭു സുരേശ്വരഃ. ഉപശ്ലോകസുതഃ, ഉപശ്ലോകന്റെ മകനും മഹാനുമായ ബ്രഹ്മസാവർണിയാണ് ദശമഃ, 10ാമത്തെ മനുവായി തീരുക. തത്സുതാഹ, ഇദ്ദേഹത്തിന്റെ മക്കൾ ഭൂരിഷേണാദ്യാഹ, ഭൂരിഷേണാദികളും ദ്വിജാഹ, ആ മന്വന്തരത്തിലെ സപ്തർഷിമാർ ഹവിഷ്മത് പ്രമുഖാഹ, ഹവിഷ്മാൻ തുടങ്ങിയവരും ആയിരിക്കും. തഥാ, അക്കാലത്ത് ഹവിഷ്മാൻ സുകൃതിഹി സത്യഃ ജയഃ മൂർത്തിഃ ഇവരെല്ലാം ദ്വിജാഹ സപ്തർഷിമാരായും സുവാസന വിരുദ്ധാദ്യാഹ, സുവാസനൻ വിരുദ്ധൻ മുതലായവർ ദേവാഹ ദേവന്മാരായും ശംഭുഹു ശംഭു സുരേശ്വരഃ ദേവേന്ദ്രനായും ഭവിക്കും. 23ാമത്തെ ശ്ലോകം. വിശ്വക്സേനോ വിഷൂച്യാം തു ശംഭോഃ സഖ്യം കരിഷ്യതി ജാതസ്വാംശേന ഭഗവാൻ ഗൃഹേ വിശ്വസൃജോ വിഭുഃ. ഭഗവാൻ വിഭുഃ, ഭഗവാൻ ശ്രീനാരായണൻ വിശ്വസൃജഃ ഗൃഹേ, വിശ്വസൃക്കിന്റെ ഗൃഹത്തിൽ വിഷൂച്യാം തു, വിഷൂചി എന്ന അദ്ദേഹത്തിന്റെ പത്നിയിൽ സ്വംശേന തന്റെ അംശം കൊണ്ട് വിശ്വക്സേനഃ വിശ്വക്സേനൻ എന്ന നാമത്തോടെ ജാതഃ അവതരിച്ച് ശംഭോഃ സഖ്യം കരിഷ്യതി, ആ സമയത്തെ ഇന്ദ്രനായ ശംഭുവിന് സഹായം ചെയ്യുന്നതാണ്. 24ാമത്തെ ശ്ലോകം. മനുർവൈ ധർമ്മസാവർണിഃ ഏകാദശമ ആത്മവാൻ അനാഗതാഃ തത്സുതാഃ ച സത്യധർമാദയോ ദശ. ആത്മവാൻ ധീരാത്മാവായ ധർമ്മസാവർണി ഏകാദശമഃ 11ാമത്തെ മനുഹൂവൈ മനുവായി തീരുന്നതാണ്. തത്സുതാഃ ആ മനുവിന്റെ മക്കളായി സത്യധർമാദയഃ സത്യൻ ധർമ്മൻ എന്ന് തുടങ്ങിയ ദശ ച 10 പേരും അനാഗതാഃ സംഭവിക്കുന്നതാണ്. 25ാമത്തെ ശ്ലോകം. വിഹംഗമാഃ കാമഗമാഃ നിർവാണരുചയഃ സുരാഃ ഇന്ദ്രശ്ച വൈധൃതഃ തേഷാം ഋഷയഃ ച അരുണാദയഃ. വിഹംഗമന്മാർ, കാമകന്മാർ, നിർവാണരുചികൾ ഇവർ ദേവാഹ ദേവഗണങ്ങളും വൈധൃതഃ വൈധൃതൻ തേഷാം ഇന്ദ്രഃ ച അവരുടെ ഇന്ദ്രനും അരുണാദയഃ അരുണാദികൾ ഋഷയഃ ച സപ്തർഷിമാരും ആയിരിക്കും. 26ാമത്തെ ശ്ലോകം. ആര്യകസ്യ സുതഃ തത്ര ധർമ്മസേതുഃ ഇതി സ്മൃതഃ വൈധൃതായാം ഹരേഃ അംശ ത്രിലോകീം ധാരയിഷ്യതി. തത്ര ആ മന്വന്തരത്തിൽ ആര്യകസ്യ സുതഃ ആര്യകന്റെ മകനായി വൈധൃതായാം വൈധൃതാദേവിയിൽ ധർമ്മസേതുഃ ഇതി സ്മൃതഃ ധർമ്മസേതു എന്ന പേരിൽ പ്രസിദ്ധനായി ഭവിക്കുന്ന ഹരേഃ അംശഃ ഭഗവാൻ ശ്രീഹരിയുടെ അംശാവതാര പുരുഷൻ ത്രിലോകീം ധാരയിഷ്യതി 3 ലോകത്തെയും കാത്തുരക്ഷിക്കുന്നതാണ്. 27ാമത്തെ ശ്ലോകം. ഭവിതാ രുദ്രസാവർണി രാജൻ ദ്വാദശമോ മനുഃ ദേവവാൻ ഉപദേവശ്ച ദേവശ്രേഷ്ഠാദയഃ സുരാഃ. ഹേ രാജൻ, രുദ്രസാവർണി എന്ന ആളാണ് ദ്വാദശമഃ മനുഃ 12ാമത്തെ മനുവായി ഭവിക്കുന്നത്. ദേവവാൻ ഉപദേവഃ ദേവശ്രേഷ്ഠാദയഃ ച ദേവവാൻ ഉപദേവൻ ദേവശ്രേഷ്ഠൻ ഇവർ സുതാഹ ഈ മനുവിന്റെ മക്കളായിരിക്കും. 28 ഋതധാമാച തത്ര ഇന്ദ്രോ ദേവാശ്ച ഹരിതാദയഃ ഋഷയശ്ച തപോമൂർത്തിഃ തപസ്വി ആഗ്നീധ്രഗാദയഃ. തത്ര ആ മന്വന്തരത്തിലെ ഇന്ദ്രൻ ഋതധാമാവും ഹരിദാദയാഹ ഹരിദാദികൾ ദേവാഹ ദേവന്മാരും തപോമൂർത്തി തപസ്വി ആഗ്നീധ്രഗാദയഃ ഇവർ ഋഷയഃ ച സപ്തർഷിമാരും ആയിരിക്കും. 29 സ്വധാമാഖ്യോ ഹരേരംശഃ സാധയിഷ്യതി തന്മനോഃ അന്തരം സത്യസഹസഃ സുനൃതായാഃ സുതോ വിഭുഃ. സത്യസഹസഃ സത്യസഹസിന്റെയും സുനൃതായാഹ
സുനൃതയുടെയും സുതഹ മകനായിട്ട് സ്വധാമ ആഖ്യഃ സ്വധാമാവെന്ന പേരിൽ വിഖ്യാതനായ ഹരേഹെ അംശഃ ഭഗവാന്റെ അംശം, ആ അംശമായിട്ടുള്ള വിഭുഹു ഒരു മഹാപുരുഷൻ ജനിക്കും. ആ മഹാപുരുഷൻ തൻ മനോഹോ ആ മനുവിന്റെ അന്തരം മന്വന്തരത്തെ സാധയിഷ്യതി പാലിച്ചുകൊള്ളുന്നതാണ്. 30-ാമത്തെ ശ്ലോകം. മനുഹു ത്രയോദശോ ഭാവ്യോ ദേവസാവർണിഹി ആത്മവാൻ ചിത്രസേന വിചിത്രാദ്യ ദേവസാവർണി ദേഹജാഹ. ആത്മവാൻ ആത്മസംയമനമുള്ള ദേവസാവർണി എന്ന ആളായിരിക്കും ത്രയോദശ മനുഹു ഭാവ്യ 13-ാമത്തെ മനുവായി തീരുന്നത്. ചിത്രസേനൻ വിചിത്രാദ്യാഹ വിചിത്രൻ മുതലായവർ ദേവസാവർണി ദേഹജാഹ ദേവസാവർണിയുടെ മക്കളായിരിക്കും. 31. ദേവാഹ സുകർമ്മ സുത്രാമ സപ്ഞ ഇന്ദ്രോ ദിവസ്പതി നിർമോഗതത്വദർശാദ്യ ഭവിഷ്യന്തി ഋഷയഃ തഥാ. 13-ാമത്തെ മന്വന്തരത്തിൽ സുകർമ്മ സുത്രാമ സപ്ഞാഹ സുകർമാക്കൾ സുത്രാമാക്കൾ എന്നു പേരുള്ളവർ ദേവാഹ ദേവന്മാർ ആയിരിക്കും. ദിവസ്പതി എന്ന ആളായിരിക്കും ഇന്ദ്രൻ. നിർമോക തത്വദർശാദ്യാഹ നിർമോകൻ തത്വദർശൻ മുതലായവർ ഋഷയഃ സപ്തർഷികളും ആയിരിക്കും. ഭവിഷ്യന്തി. 32. ദേവഹോത്രസ്യ തനയ ഉപഹർത്താ ദിവസ്പതേഃ യോഗേശ്വരോ ഹരേരംശോ ബൃഹത്യാം സംഭവിഷ്യതി. ബൃഹത്യാം ബൃഹതി എന്നവളിൽ ദേവഹോത്രസ്യ തനയഃ ദേവഹോത്രന്റെ പുത്രനായി അവതരിക്കുന്ന ഹരേഹെ അംശഃ ശ്രീഹരിയുടെ അംശമായ യോഗേശ്വരഃ യോഗേശ്വരൻ ദിവസ്പതേഹേ ഇന്ദ്രനായ ദിവസ്പതിയുടെ ഉപഹർത്ത കാര്യദർശിയായി സംഭവിഷ്യതി സംഭവിക്കുന്നതാണ്. 33-ാമത്തെ ശ്ലോകം. മനുർവാ ഇന്ദ്രസാവർണിഹി ചതുർദശമ ഏഷ്യതി ഉരു ഗംഭീരബുദ്ധ്യാദ്യാഹ ഇന്ദ്രസാവർണി വീര്യജാഹ. ചതുർദശമഹ മനുഹു വൈ 14-ാമത്തെ മനുവായിട്ട് ഇന്ദ്രസാവർണിയാണ് എത്താൻ പോകുന്നത്. ഏഷ്യതി ഒരു ബുദ്ധി ഗംഭീര ബുദ്ധി ഇങ്ങനെ 2 മക്കളാണ് ഇന്ദ്രസാവർണിയുടെ വീര്യജാഹ മക്കളായി ജനിക്കുക. 34. പവിത്രാഹ ചാക്ഷുഷാഹ ദേവാഹ ശുചിഃ ഇന്ദ്രോ ഭവിഷ്യതി അഗ്നിഃ ബാഹുഃ ശുചിഃ ശുദ്ധഃ മാഗധാദ്യാഹ തപസ്വിനഃ. പവിത്രാഹ ചാക്ഷുഷാഹ ദേവാഹ ശുചിഃ എന്നയാൾ ഇന്ദ്രഃ ഭവിഷ്യതി. അഗ്നി ബാഹു ശുചി ശുദ്ധൻ മാഗധൻ ഇവർ തപസ്വിനഃ സപ്തർഷികളും ആകുന്നതാണ്. 35. സത്രായണസ്യ തനയോ ബൃഹദ്ഭാനുഃ തഥാ ഹരിഃ വിതാനായ മഹാരാജ ക്രിയാതന്തൂൻ വിതായിത. മഹാരാജ തഥാ അക്കാലത്ത് ഹരിഹി മഹാവിഷ്ണു വിതാനായ വിതാനാദേവിയിൽ സത്രായണസ്യ തനയഃ സത്രായണന്റെ പുത്രനായ ബൃഹദ്ഭാനുഃ ബൃഹദ്ഭാനുവായി അവതരിച്ച് ക്രിയാതന്തൂൻ വേദ ഉക്തമായ കർമ്മകാണ്ഡങ്ങളെ വിതായിത പ്രചരിപ്പിക്കുന്നതാണ്. 36. രാജൻ ചതുർദശ ഏതാനി ത്രികാല അനുഗതാനി തേ പ്രോക്താനി ഏഭിഃ മിതഃ കൽപ്പോ യുഗസാഹസ്രപര്യയഃ. ഹേ രാജൻ, ഇതാണ് ഏതാനി ചതുർദശ പ്രോക്താനി 3 കാലങ്ങളിലായിട്ട് നടക്കുന്ന 14 മന്വന്തരങ്ങൾ. ഇത് എല്ലാ കൽപ്പത്തിലും ആവർത്തിക്കുന്നതാണ്. 14 മന്വന്തരങ്ങളാണ് ഒരു കൽപ്പത്തിലുള്ളത്. ഒരു കൽപ്പം എന്നാൽ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ, അതായത് 4 യുഗങ്ങൾ 1000 തവണ ആവർത്തിച്ചു വരുന്നതാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ. ഇതൊക്കെ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഏഭിഃ യുഗസാഹസ്രപര്യയഃ കൽപ്പഃ, ഇതിനെയാണ് കൽപ്പം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ കൽപ്പകാലം മിതഃ കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഈ പറഞ്ഞവയിൽ കുറച്ച് ശുഗബ്രഹ്മർഷി കഥ പറഞ്ഞു കൊടുക്കുന്നതിന് മുൻപേ കഴിഞ്ഞ മന്വന്തരങ്ങളാണ്. പിന്നൊന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വൈവസ്വതം.
ഇനി വരാനിരിക്കുന്നത്. അതാണ് ഈ 3 കാലങ്ങളിലും മുറപ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന 14 മന്വന്തരങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു അധ്യായം അവസാനിക്കുന്നത്. ഇതി ശ്രീമദ് ഭാഗവത്തെ മഹാപുരാണേ അഷ്ടമസ്കന്ധേ മന്വന്തരാനുവർണ്ണനം നാമ 13 അധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.